വോട്ടെണ്ണലിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കുമ്പോൾ അവസാനവട്ട കണക്കെടുപ്പും വിലയിരുത്തലുമായി നമ്മോടൊപ്പമുള്ളത് ഇടുക്കിയിലെ LDF സ്ഥാനാർത്ഥി റോഷി അഗസ്റ്റിനാണ്. വിജയപ്രതീക്ഷയെക്കുറിച്ച് ചോദിക്കുന്നില്ല, പലതവണ ആവർത്തിച്ച ഒരു ഉത്തരമായതുകൊണ്ട് തന്നെ. എന്നാൽ കഴിഞ്ഞ 6 തിരഞ്ഞെടുപ്പുകൾ തമ്മിൽ താരതമ്യപ്പെടുത്തുമ്പോൾ ഈ തെരഞ്ഞെടുപ്പിനുണ്ടായ ഒരു പ്രത്യേകതയായിട്ട് എന്താണ് തോന്നുന്നത്? എനിക്ക് തെരഞ്ഞെടുപ്പിൽ കണ്ടൊരു പ്രത്യേകത മുൻ വർഷങ്ങളെക്കാളൊക്കെ കുറേ കൂടി അനുകൂലമായ സാഹചര്യങ്ങളും നല്ല വിജയപ്രതീക്ഷയുള്ള തെരഞ്ഞെടുപ്പാണ്. ഒരു സ്ഥാനാർത്ഥി എന്ന രീതിയിൽ ഞാൻ വിലയിരുത്തപ്പെടേണ്ടതാണല്ലോ. എല്ലാ കാര്യങ്ങളിലും ഒന്ന് ജനങ്ങളുടെ അക്സെപ്റ്റൻസ്, രണ്ട് ചെയ്ത് തീർക്കാൻ കഴിഞ്ഞ കാര്യങ്ങൾ എന്ന എൻ്റെ മനസ്സിൻ്റെ അവസ്ഥയെ തൃപ്തിപ്പെടുത്തുന്ന രീതിയിലുള്ള ജോലി, ഇതെല്ലാം കൂടെ ഒരുമിച്ച് വരുന്ന സന്ദർഭം എന്നുള്ളത് ഇടുക്കിയിലെ ജനങ്ങളുമായിട്ടൊരു ആത്മബന്ധം, അവരുമായിട്ടുള്ളൊരു സൗഹാർദ്ദം, ഇതെല്ലാം കൂട്ടിച്ചേർക്കുമ്പോൾ ഒരിക്കലും ടെൻഷനില്ല. UDF സംബന്ധിച്ച് ഇത്തവണ വലിയ ആത്മവിശ്വാസമാണ് പ്രകടിപ്പിക്കുന്നത്. 12,000 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നാണ് അവരുടെ അവസാനവട്ട വിലയിരുത്തൽ. ഈ ആത്മവിശ്വാസത്തിൽ കഴമ്പുണ്ടോ? ഞാൻ അതിനെതിരെ പറയുന്നില്ലല്ലോ. അത് സ്വാഭാവികമായിട്ട് അവരുടെ കണക്കുകൂട്ടുകളും ആത്മവിശ്വാസമാണ്. കഴിഞ്ഞ 5 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ എത്രയായിരുന്നു അവരുടെ ഭൂരിപക്ഷം? അന്ന് ഈ ആത്മവിശ്വാസം തന്നെയായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെക്കുറിച്ച് നമ്മളൊരു വാഗ്വാദത്തിനില്ല. എൻ്റെ പ്രതീക്ഷകളെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ആശങ്കയ്ക്കേണ്ട നൽകുന്നില്ല. ഈ ഇടുക്കിയിൽ ഇത്തവണ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടത് നമ്മുടെ ഭൂപ്രശ്നങ്ങൾ തന്നെയാണ്. ഭൂപതിവ് ഭേദഗതി നിയമവും അതുപോലെ തന്നെ നിർമ്മാണ നിരോധനവും ഒക്കെ വളരെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഗവൺമെൻറ് എടുത്ത നടപടികൾ പൂർണ്ണമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നുണ്ട്? ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം അതിൽ ആ ചട്ടപ്രകാരമുള്ള കാര്യങ്ങളെല്ലാം നടപ്പിലാക്കി തുടങ്ങി. ഒന്ന്. പിന്നെ രണ്ടാമത് പുതിയ പെർമിഷൻസ് കൊടുക്കുന്ന സമയത്തുള്ള തീരുമാനം എടുത്ത് ഗസറ്റ് വിജ്ഞാനം വന്നു. ഒരു ഗസറ്റ് വിജ്ഞാനം സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനകത്തിന് മാറ്റങ്ങൾക്കിടയില്ല. അതും പ്രകാരം അടുത്ത നടപടികൾ തുടരേണ്ടത് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഭൂപ്രശ്നങ്ങൾ ഒരു പരിധിവരെയല്ല നല്ലവണ്ണം പരിഹരിക്കാൻ കഴിഞ്ഞൊരു സ്ഥിതിയാണ്. ഇനിയിപ്പോൾ അത്തരം ആശങ്കകൾക്ക് ഇനിയൊരു ചർച്ചകൾക്കിടയുണ്ടോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അതൊക്കെ ഇനി വെറുതെ തന്നെ പറച്ചിലാത്താമെന്നത് മാത്രമേ ഉള്ളൂ. ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നൊരു കാര്യം ബാക്കിയില്ല. ഇടുക്കിയുടെ ജനപ്രതിനിധിയായിട്ട് 25 വർഷം പിന്നിട്ടു. ഇത്തവണ വീണ്ടും ജയിച്ചാൽ എന്തിനായിരിക്കും കൂടുതൽ മുൻഗണന കൊടുക്കുക? ജനങ്ങളുടെ കുറേ കൂടി ജീവിത നിലവാരത്തിൻ്റെ സൂചികകളെ വർദ്ധിപ്പിച്ചുകൊണ്ട് വേണം. അതിനാവശ്യം വേണ്ടത് ഇപ്പം തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് കുറേ ആശ്വാസകരമായ നടപടികൾ സ്വീകരിക്കാൻ ഗവൺമെൻറ് സാധിച്ചു. ഓരോ കുടുംബങ്ങളെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടും സാമൂഹികപരമായിട്ടൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ സാമൂഹ്യക്ഷേമ പെൻഷൻ ഉൾപ്പെടെ ഓരോ കുടുംബങ്ങളുടെയും ജീവിത നിലവാരത്തിൻ്റെ സൂചികകളെ ഉയർത്തിക്കൊണ്ടിരിക്കുക. അത് കുറേ കൂടി മെച്ചപ്പെടുത്തണം. അവർക്ക് ഓരോരുത്തർക്കും സ്വയം പര്യാപ്തതയിലേക്ക് എത്താനുള്ള സാഹചര്യങ്ങൾ രൂപപ്പെടാൻ കഴിയത്തക്ക വിധത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കണം. അത് ടൂറിസ്റ്റ് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ ടൂറിസ്റ്റ് നമ്മളൊരു ഒരു മെഗാ ടൈപ്പ് ടൂറിസ്റ്റ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത്. ഓരോ പ്രദേശത്തിനും അനുയോജ്യമായ ടൂറിസം സാധ്യതകളിലൂടെ ആ നാടിൻ്റെ പൊതുവികസനത്തിനും തൊഴിൽ സാധ്യതകൾക്ക് ഇടം കൊടുക്കത്തക്ക വിധത്തിൽ തന്നെ മാറ്റം വരുത്തുമ്പോൾ സ്വദേശ വിദേശ ടൂറിസ്റ്റുകൾക്ക് ഇടം കൊടുക്കാൻ കഴിയുന്ന നല്ലൊരു മേഖലയായി ഇടുക്കി മാറും. അതിന് കുറേ കൂടി സാധ്യതകൾ മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കണം എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാർഷിക മേഖലയെക്കാളും നമ്മൾ എടുത്തിട്ടുള്ളതാണ്. അത് അതിൻ്റെ പൂർണ്ണ രീതിയിലുള്ള വിജയം ഉണ്ടാകും, പരാജയം ഉണ്ടാകും, ബുദ്ധിമുട്ടുണ്ടാകും, കലാമിറ്റി ഉണ്ടാകും, ഇതൊക്കെ സംഭവിക്കാറുണ്ട്. അപ്പോൾ ആ നിലയിലൊക്കെ ജനങ്ങളും കർഷകരും അനുഭവിക്കുന്ന വിഷമങ്ങൾക്ക് ഒരു പരിധി കണ്ട് ആശ്വാസം കൊടുക്കാൻ കഴിയത്തക്ക വിധത്തിൽ സമ്മിശ്രമായ സാഹചര്യങ്ങളെ രൂപപ്പെടുത്തിക്കൊണ്ട് അവരെയും കൂടി ഇതിനകത്ത് ഡൈവേർട്ട് ചെയ്ത് കൊണ്ടുവന്ന് ഇതിൻ്റെ ഭാഗമാക്കി മാറ്റി. അഗ്രികൾച്ചർ സെക്ടറിലും ടൂറിസത്തിന് പ്രസക്തിയുണ്ട്. അഗ്രി ടൂറിസം അതെങ്ങനെ വേണം, ഫാം ടൂറിസം. അപ്പോൾ അങ്ങനെ ഓരോ പ്രദേശത്തിനും യോജിച്ച രീതിയിൽ അതിനെ എങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ളതിനെക്കുറിച്ച് പുതിയ തലമുറയ്ക്ക് കുറേ കൂടി ഉണർന്ന് പ്രവർത്തിക്കാൻ കഴിയുന്ന സാഹചര്യം സൃഷ്ടിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഈ ആരോഗ്യരംഗത്ത് മെഡിക്കൽ കോളേജൊക്കെ വന്നെങ്കിലും നമുക്ക് വലിയ പരിമിതികൾ ഇനി നിൽക്കുന്നുണ്ട്. കെട്ടിടം ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ മെഡിക്കൽ കോളേജിനായിട്ടുണ്ട്. എങ്കിലും ചികിത്സാ രംഗത്ത് ഇനിയും മെഡിക്കൽ കോളേജ് ഏറെ മുന്നേറേണ്ടത് മെച്ചപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ മെഡിക്കൽ സ്റ്റുഡൻസ് പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ഓരോ വർഷവും പഠിക്കുന്നതിനാവശ്യമായ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റുകളും സാഹചര്യങ്ങളോടെ ഉണ്ട്. അപ്പോൾ അടുത്ത വർഷമാകുമ്പോൾ പൂർണ്ണമായി ഒരു കുട്ടികളുടെ പഠനം പൂർത്തിയായി MBBS വിദ്യാർത്ഥികൾ പുറത്തു വരും. അപ്പോൾ അതിനോടനുബന്ധമായി നമുക്ക് ആരംഭിക്കുന്ന കുറേ ഡിപ്പാർട്ട്മെൻറ്റുകൾ നമുക്ക് അടുത്ത വർഷം തന്നെ തുടങ്ങാനായിട്ട് സാധിക്കും. ഇപ്പോൾ കട്ടപ്പനയാണ് നിൽക്കുന്നത്. കട്ടപ്പന താലൂക്ക് അസിസ്റ്റ് കുറേ കൂടെ ഡെവലപ്പ് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ അതിന് കെട്ടിട നിർമ്മാണത്തിൻ്റെ ഒരു ഘട്ടം പ്രധാനപ്പെട്ട വിഷയമായിരുന്നു. അവിടെ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും അനുയോജ്യമായ നമുക്ക് പ്രതിസന്ധിയായിരുന്നു. ഇപ്പോൾ നമ്മൾ 20 കോടി രൂപ അതിന് വേണ്ടി നൽകിയിട്ടുണ്ട്. അപ്പോൾ അത് വരുമ്പോൾ കുറേ കൂടി കെട്ടിട സൗകര്യങ്ങളും കാര്യങ്ങളും മെച്ചപ്പെടും. അപ്പോൾ അങ്ങനെ നമുക്ക് ഈ വിവിധ തലങ്ങളിലായി ആരോഗ്യ മേഖലയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം. എല്ലാം മെഡിക്കൽ കോളേജിലേക്ക് വരേണ്ട കാര്യമില്ല. നമ്മുടെ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളിൽ നിൽക്കാവുന്ന അവിടെ നിർത്തണം. താലൂക്ക് ആശുപത്രികൾ വേണ്ടത് അവിടെ നിൽക്കുക. അവിടുന്ന് റെഫേർഡ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഇവിടെ വരേണ്ടതുള്ളൂ. പിന്നെ കോട്ടയം കോഴിക്കോട് ഉൾപ്പെടെയുള്ള മെഡിക്കൽ കോളേജുകൾക്കൊപ്പം വരാൻ കഴിയത്തക്ക വളർച്ചയിലേക്കാണെങ്കിൽ കുറച്ചുകൂടെ കാലഘട്ടം മുന്നോട്ട് പോകേണ്ടി വരും. എന്നാലും കാത്ത് ലാബ് ഉടനെ ആരംഭിക്കും. കാത്ത് ലാബ് ആരംഭിക്കുന്നതോടുകൂടി കാർഡിയോളജി വിഭാഗത്തെ പൂർണ്ണമായിട്ടും നമുക്ക് ഇവിടെ തന്നെ കൺട്രോൾ കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകും. ഏതായാലും കെട്ടിട സൗകര്യം ഉണ്ടായി എന്ന് പറയുന്നതിന് ഒരു മഹത്തായ കാര്യമല്ലേ. ഇത്രയും കെട്ടിടങ്ങൾ രൂപപ്പെടുത്തി കൊണ്ടുവരണ്ടേ. അപ്പോൾ ആ കെട്ടിട സൗകര്യം ഉണ്ടാകുക എന്ന് പറയുമ്പം അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസന രംഗത്ത് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുള്ളതാണ്. പിൻറ്റാള റോഡിന് 17 കോടി രൂപ ചെലവഴിക്കുന്നുണ്ട്.
ഇതിനകത്തെ ഗതാഗത സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, ഇന്ത്യയിലായിട്ടുള്ള ചില പാലങ്ങൾ ക്ലിയർ ചെയ്യുക, കണക്ടിവിറ്റീസ് ക്ലിയർ ചെയ്യുക. ഇപ്പോൾ ഓപ്പറേഷൻ തിയേറ്ററുകൾ 4 ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇപ്പം ഒരേപോലെ തന്നെ പണി തീർന്ന് വരുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ കുറേ കൂടി മെച്ചപ്പെടുത്തി കൊണ്ടുപോകുന്നതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം രൂപപ്പെടുത്തിയിട്ടുണ്ട്. അതിനി ബാക്കി ഇതിൻ്റെ കാര്യങ്ങൾ ചെയ്തെടുക്കുന്നതിനുള്ള ഒരു ഗൗരവപൂർവമായ നീക്കമോട് നമ്മൾ നടത്തും. ഈ കേരള കോൺഗ്രസിനെ സംബന്ധിച്ച് ചെയർമാൻ പാലായിൽ മത്സരിക്കുന്ന ആദ്യം പ്രഖ്യാപിച്ചത് താങ്കളാണ്. പാലായെ സംബന്ധിച്ച് ആശങ്കയുണ്ടോ? ഒരാശങ്കയില്ല. പാലായിലെ ഒരാശങ്കയ്ക്ക് വകയില്ല. അത് വളരെ വ്യക്തമായി പാലായിലെ ജനങ്ങൾ ആഗ്രഹിച്ചൊരു കാര്യം ഈ തെരഞ്ഞെടുപ്പോടി സഫലീകരിക്കപ്പെടും. അതായത് അവിടെ കഴിഞ്ഞ പ്രാവശ്യം പരാജയപ്പെട്ടു പോയി എന്നുണ്ടെങ്കിലും അത് തിരിച്ചെടുക്കാൻ വേണ്ടി ഒരു ആഗ്രഹം ജനങ്ങളുടെ മുമ്പിലുണ്ടായിരുന്നു. അത് ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ഭൂരിപക്ഷത്തോടെ പരാജയിക്കും. ഈ തെരഞ്ഞെടുപ്പിന് ശേഷം കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി എത്രത്തോളം വർദ്ധിക്കും? എല്ലാ കാലഘട്ടത്തിലും കേരള കോൺഗ്രസിൻ്റെ പ്രസക്തി വർദ്ധിക്കുന്നുണ്ടല്ലോ. കേരള കോൺഗ്രസ് ഒരു തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തിയുള്ള ഘടകമല്ല. എല്ലാ കാലഘട്ടത്തിലും കേരള രാഷ്ട്രീയത്തിലെ അഭിവാജ്യ ഘടകമാണ് കേരള കോൺഗ്രസ്. അതാണ് അതിൻ്റെ പ്രധാന വിഷയം. തെരഞ്ഞെടുപ്പ് കാലഘട്ടങ്ങളിൽ മാത്രം ഉദയം ചെയ്തൊരു പാർട്ടി എന്ന നിലയിൽ അതിനെ കണക്കാക്കേണ്ട. കഴിഞ്ഞ 19-25 വർഷക്കാലത്തോളമായി കേരള രംഗത്ത് 10-60 വർഷക്കാലത്തോളമായി കേരള രാഷ്ട്രീയ രംഗത്ത് ചലനാത്മകമായ മാറ്റങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ കഴിഞ്ഞൊരു പാർട്ടിയാണ്. മാണിസാറിൻ്റെ പ്രവർത്തന ശൈലിയിലൂടെ രൂപപ്പെട്ടു വന്ന ഈ പാർട്ടി അദ്ദേഹത്തിൻ്റെ രീതിയിലും പൈതൃകത്തിലും തുടർന്ന് മുന്നോട്ട് പോകുകയാണല്ലോ. അതുകൊണ്ട് ഇതൊരു അഭിവാജ്യ ഘടകമാണ്. അതാണ് ഒരു വാക്ക്. കേരള കോൺഗ്രസ് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ കേരള രാഷ്ട്രീയത്തിലെ അഭിവാജ്യ ഘടകമാണ്. ഈ ഇടുക്കിയിലെ UDF 12,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പറയുന്നത്. LDFിൻ്റെ ഒരു വിലയിരുത്തൽ എത്ര വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ്? ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പ് വിജയങ്ങളെക്കുറിച്ച് സൂചികകൾ പറയാൻ ഞാൻ ആളില്ല. പക്ഷെ എൻ്റെ മുൻകാല തെരഞ്ഞെടുപ്പുകളേക്കാൾ എനിക്ക് നല്ല പ്രതീക്ഷ നൽകുന്നതാകുമ്പോൾ അതിനേക്കാൾ വോട്ട് നേടി ജയിക്കുമെന്നുള്ളതിൻ്റെ അർത്ഥം. കഴിഞ്ഞ 5 തിരഞ്ഞെടുപ്പുകളേക്കാൾ വലിയ ഭൂരിപക്ഷം, വലിയ വിജയം, അതുതന്നെയാണ് റോഷി അഗസ്റ്റിൻ നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇടുക്കിയിൽ നിന്നും MC ബോബൻ, അമൃത ന്യൂസ്.